ഹലോ, എൻ്റെ ജന്മനാളിൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ജന്മനാളിൻ്റെ അന്ന് സദ്യ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ അമ്മയുടെ വാക്കും കേട്ട് ഞാൻ പൈനാപ്പിൾ കിട്ടിയിട്ട് പൈനാപ്പിൾ ചെറിയ ജാറിൽ അരച്ചതിൻ്റെ പണിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ ദേഹത്ത് അത്രയും അതിൻ്റെ ജ്യൂസ് വന്ന് വീണു മിക്സിയിൽ അരച്ചപ്പോൾ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ബാക്കി പണി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് സദ്യ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ നേരത്ത് എൻ്റെ അനിയൻ വന്നിങ്ങനെ കവിളാക്കി ഇങ്ങനെ അടിക്കുക. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എൻ്റെ കവിൾ അടിക്കാൻ ഇങ്ങനെ പിടിക്കാനും കവിൾ. അങ്ങനെ അതിന് ശേഷം നമ്മൾ സദ്യയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. ആദ്യമേ തന്നെ അമ്മയ്ക്കും അപ്പനും നമ്മൾ ഫുഡ് കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഇലയിക്കിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് ഇങ്ങനെ ഒരുക്കുന്നത്. അപ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് അമ്മയുടെ ഫ്രണ്ട് തന്നെ ചേച്ചി വന്നിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ബർത്ത്ഡേ അന്ന് ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ നാളെ ഓർത്ത് വെച്ചിട്ട് നാളെ വന്നതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറേ ഇരുന്ന് കത്തിയടിച്ച് എൻ്റെ കുറ്റങ്ങളാണ് അമ്മ ഈ വാതോരാതെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബർത്ത്ഡേ കേക്ക് അത് ഇതിപ്പോൾ ചേച്ചി തന്നെ കേക്ക് സർപ്രൈസ് ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. നന്ദുവിൻ്റെ ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ വകയും തന്നെ ചേച്ചിയുടെ വകയായിട്ട് എനിക്ക് ഡ്രസ്സ് സർപ്രൈസ് ആയിട്ട് തന്നു. സാധാരണ എല്ലാ വർഷവും അമ്മയാണ് എനിക്ക് ഡ്രസ്സ് തരാറ്. ഇത്തവണ ബർത്ത്ഡേ അന്ന് തന്നില്ല, നാളെ തന്നെ എനിക്ക് തന്നെ. അപ്പോൾ ഇത്തവണ അമ്മ തന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ തന്നെ ചേച്ചി ഡ്രസ്സ് മേടിച്ചിട്ട് വരും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ചേച്ചി നമ്മൾ യാത്രയാക്കി. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്തുള്ള അമ്പലത്തിൽ പോയി ദീപാരാധനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുതു. എന്നിട്ട് അവിടുന്ന് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ